ഹലോ വെൽക്കം ബാക്ക് ടു എജുബോർഡ്. ഒരിക്കൽ കൂടി ഞാൻ തന്നെയാണ് വീണ്ടും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് വേറെ ഇതല്ലോ ഷുവർ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആറാമത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന വേറെ ഒരു ക്വസ്റ്റ്യൻ അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഓർമ്മ വരേണ്ട കാര്യമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ പോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സിറ്റുവേഷന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടല്ലേ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു സാധനം പറയാനല്ല, കാരണം എന്താണ്, ഇറ്റ്സ് എ കോമൺ അല്ലേ, ഇറ്റ്സ് എ കോമൺ സെൻസ് വെച്ച് മാത്രം ഒരു മാർക്കറ്റാണ്, ലോജിക്ക് മാത്രമാണ്, അല്ലാതെ എന്തല്ല റിയാലിറ്റിയിൽ ഇതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. വെറും എന്താണ്, ജസ്റ്റ് ഒരു നമ്മൾ പറയുന്നത് ജസ്റ്റ് കോൺസെപ്റ്റുകൾ മാത്രം വെച്ച് പറയുന്ന ഐഡിയാസ് മാത്രമാണല്ലേ, അല്ലാതെ എന്തല്ല വെറും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് കണ്ടെത്താനേ പറ്റില്ല. ഇറ്റ്സ് ആൻ ഇമാജിനറി എന്ന് പറയും. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് എന്ന് പറഞ്ഞല്ലേ, പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സിറ്റുവേഷന് കുറേ ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ടുണ്ട്. അതൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. എന്തായാലും നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ. നോക്കിക്കൊള്ളട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് ആദ്യം പറയുന്നത്. നോക്കിക്കൊള്ളട്ടാ. It's a market situation in which very large number of buyers and sellers. Okay, large number of buyers and sellers എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാങ്ങുന്ന ആൾക്കാരും ഒരുപാട് വിൽക്കുന്ന ആൾക്കാരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിന് നമുക്ക് എന്ത് പറയാം, മറ്റൊരു പേരിൽ ബയേഴ്സിന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കാരാണ് കൺസ്യൂമേഴ്സ് ആണ് അല്ലേ, കൺസ്യൂമേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കാരാണ്, സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഈ പറഞ്ഞ കൺസ്യൂമേഴ്സിനെ നമുക്ക് ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കാം, പ്രൊഡ്യൂസേഴ്സിനെ നമുക്ക് എന്ന് വിളിക്കാം ഫേംസ് എന്ന് വിളിക്കാം. അപ്പോൾ ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ രണ്ട് ഏജൻറ്റുകൾ, ഒന്നുകിൽ ബയർ ആൻഡ് സെല്ലർ, അല്ലെങ്കിൽ കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ആരാണ് ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് പേരുണ്ടാവും അല്ലേ, ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും. അവർ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണ്, ഹോമോജിനസ് പ്രോഡക്റ്റ് എന്ന് പറയുക. ഹോമോജിനസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപോലുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക ഡിറ്റോ എന്ന് പറയില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടിന്ന് പോലെ, ഇപ്പോൾ ടിൻസ് ആയിട്ടുള്ള പോലെ പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ ഒരു വസ്തു നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതേ ക്വാളിറ്റി, അതേ സൈസ്, അതേ പ്രൈസ്, അതേ കളറ്, അതേ പാക്കിങ് എല്ലാം ഒരുപോലെ ആക്കിയിട്ടുള്ള മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ പറയുന്നവരാണ് ഹോമോജിനസ് പ്രോഡക്റ്റ്. മലയാളത്തിൽ എന്ത് പറയും, ഏകജാതീയമായ എന്ന് പറയാം. ഓക്കെ, ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. ഓക്കെ, ഏകജാതീയമായ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട, ഇതിൻ്റെ മലയാളം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഗതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപോലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വിപണിയുടെ സാഹചര്യത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത് കേട്ടോ. പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്ന സംഗതി അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോളൂ, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ആ ഡെഫിനിഷൻ നമുക്ക് കിട്ടില്ലേ, ഒരുപാട് ബയേഴ്സും അതുപോലെ ഒരുപാട് സെല്ലേഴ്സും മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഡീൽസ് വിത്ത് ഹോമോജിനസ് പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ ഒരേപോലുള്ള വസ്തുക്കൾ, ഓക്കെ, ഏകദാനമായ ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അവർ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. തേർഡ് വൺ നോക്കിക്കോളൂ, ഫ്രീ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാൻഡ് പഠിച്ചിട്ടുണ്ട്, ലേബർ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഫൈനലി ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 4 ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ അതിനെന്തുണ്ട്, ഫ്രീ മൊബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ. ഫ്രീ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഭൂമി ഒരു 10 സെൻറ്റ് ഭൂമിയിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 10 സെൻറ്റ് ഭൂമി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള ഭൂമി അവിടെ കിട്ടും. അതേപോലെ നിങ്ങൾ ഇവിടെ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരു ഏക്കറിലാണ് ഫാക്ടറി വർക്ക് ചെയ്യുന്നതെങ്കിൽ അതേ 1 ഏക്കറിൻ്റെ ക്വാളിറ്റിയുള്ള ഭൂമി അവിടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ മാത്രമല്ലേ. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് മൊബിലിറ്റി അല്ലെങ്കിൽ ഫ്രീ മൊബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ്, അതുപോലെ ലാൻഡ് കൊണ്ടുപോകാം, ലേബേഴ്സ് കൊണ്ടുപോകാം, ക്യാപിറ്റൽ കൊണ്ടുപോകാം, ഓർഗനൈസേഷൻ വരെ കൊണ്ടുപോകാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് മൊബിലിറ്റി അല്ലെങ്കിൽ എന്തായിരിക്കും, ഈ പറഞ്ഞ ഉൽപ്പാദന ഘടകങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സ്വതന്ത്രമായിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് വണ്ണാണ് പറയുന്നത് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, ആളുകൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, 2 പേരുള്ളത് അല്ലേ, ആരൊക്കെയാണ്, ഒന്നുകിൽ ബയേഴ്സ് വേഴ്സസ്
സെല്ലേഴ്സ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് വേഴ്സസ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന ഹൗസ് ഹോൾഡ് വേഴ്സസ് ഫേംസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്തായിരിക്കും മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച്, മാർക്കറ്റിൽ എപ്പോഴാണ് സപ്ലൈ കൂടുന്നത്, എപ്പോഴാണ് സപ്ലൈ കുറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാവർക്കും കൃത്യമായിട്ട് അറിവുണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത് പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, ആർക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ എന്ത് ചെയ്യാം, പ്രവേശിക്കാം, അതുപോലെ എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പുറത്തും പോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആറാമത്തെയാണ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ എത്തിക്കുന്ന വരെ എന്തായിരിക്കും ആ സാധനം അങ്ങോട്ടോട്ട് ചുമത്തുനിന്ന് കൊണ്ടുപോകേണ്ടൊക്കെ ചിലവുണ്ട് അല്ലേ. അപ്പോൾ ഈ ചിലവുകളെയാണ് നമ്മൾ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ഉണ്ടാവില്ല, ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അതായത് എല്ലാവരും നമ്മുടെ മാമൻ്റെ മക്കളായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മാവൻ്റെ മക്കളായതുകൊണ്ട് അമ്മായിയുടെ മോളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇതിനൊന്നും ചിലവുകളില്ല, നമുക്കെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിരുന്ന പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇനി ഏഴാമത് പറഞ്ഞത് യൂണിഫോം പ്രൈസ്. യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഒരുപോലുള്ള വിലകളായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലുള്ള വിലക്ക്. ഇപ്പോൾ ഈ കടയിൽ ഇപ്പോൾ നമ്മൾ ഒരു 10 ഷോപ്പ് ഉണ്ട്, 10 ഷോപ്പിൽ ഒരുപോലെ പ്രൈസ്, 10 ഷോപ്പിലും 10 രൂപയാണ് വിലക്ക്, 11ാമത്തെ ഷോപ്പിലും 10 രൂപ തന്നെയായിരിക്കും വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെയാണ് പ്രൈസ് ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ ഏകദാനമായ അല്ലെങ്കിൽ ഏകീകൃത വില എന്ന് പറയുന്നത്. ദെൻ എട്ടാമത് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, എന്താണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ പറയുന്നത് വിൽപ്പന ചെലവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ വിൽപ്പന ചെലവ് എന്ന് പറഞ്ഞ സംഗതി എന്തോ, നമുക്ക് സാധനം വിൽക്കണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. ഈ വാട്ടർ ബോട്ടിൽ എനിക്ക് വിൽക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിന് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം അല്ലേ. നല്ല വാട്ടർ ബോട്ടിലാണ്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത വാട്ടർ ബോട്ടിലാണ്, ഇതിൽ കുടിച്ച വെള്ളത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ശുദ്ധമായ വായുവും ശ്വാസവും ഒക്കെ ലഭിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ കൃത്യമായിട്ട് പരസ്യം പറയുകയാണല്ലേ. അങ്ങനെ പരസ്യം നമ്മൾ പറയാറുണ്ടല്ലേ. ഈ പരസ്യത്തിൻ്റെ കാര്യത്തിന് നമ്മൾ എന്താ പറയുക സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുക. അഥവാ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വേണ്ടിയിരുന്ന കോസ്റ്റിനാണ് എന്ന് പറയുന്നത് വിൽപ്പന ചെലവ് എന്ന് പറയുന്നത്, അഥവാ പരസ്യ ചെലവ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് പരസ്യ ചെലവ്? പരസ്യത്തിന് നമുക്ക് ഉണ്ടാകുന്ന ചിലവാണിത്, ഈ പരസ്യ ചെലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പരസ്യ ചിലവൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞത് നോ പെർഫെക്റ്റ് നോ ഈ പറഞ്ഞിരിക്കുന്ന പരസ്യ ചെലവ് അഥവാ നോ എന്താ പറയുക സെല്ലിംഗ് കോസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ എന്തിനാണ് പിന്നെ നമ്മൾ ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ ഹോമോജീനിയസ് പ്രോഡക്റ്റ്, എവറി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. എന്താണ് പ്രൈസ് ടേക്കേഴ്സ്? എന്താ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില എത്രയാണോ അത് സ്വീകരിക്കുക എന്നല്ലാതെ ദേ കാണ്ട് ഇൻഫ്ലുവൻസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ദേ കാണ്ട് ഇൻഫ്ലുവൻസ്, ദേ ക്യാനോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. ഓക്കെ, മാർക്കറ്റിലെ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരിൽ ഈ പറയുന്ന ബയർക്കോ അല്ലെങ്കിൽ സെല്ലർക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അവർ ജസ്റ്റ് എന്താണ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുക എന്നല്ലാതെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു റോളും ആർക്കുണ്ടാവില്ല, ബയേഴ്സിനുണ്ടാവില്ല, സെല്ലേഴ്സിനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു പ്രത്യേകത നോക്കിക്കണം. ബയേഴ്സിനും സെല്ലേഴ്സിനും എന്ത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് പ്രൈസ് ടേക്കർ എന്ന് പറയുന്ന റോള് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്, പ്രൈസ് ടേക്കേഴ്സ് മീൻ every buyers and sellers in the market receive the price determined by the market forces. മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ആർക്കാണ് നമുക്കറിയില്ല. മാർക്കറ്റ് ഫോഴ്സ് ആർക്കാണ്, സപ്ലൈയും ഉണ്ട് ആൻഡ് ഡിമാൻഡും ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള സപ്ലൈയും ഡിമാൻഡും മാർക്കറ്റിൽ എന്ത് തീരുമാനിക്കുന്നത്, പ്രൈസ് തീരുമാനിക്കുന്നില്ല. നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ലാസ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ ദ റിയൽ വേൾഡ്. എന്തുകൊണ്ടാണ് പിന്നെ നമ്മളിത് പഠിക്കുന്നത്? അതായത് ഒരു എക്കോണമി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നൊരു ഐഡിയ ആണ് തരുന്നത്. ഓക്കെ, അതായത് നമുക്ക് പറഞ്ഞു തരുമല്ലോ, നീ നന്മയുള്ള ഒരാളായി മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, നീ തിന്മയുള്ള ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഇവിടെ ഒരു കോൺസെപ്റ്റ് പറയല്ലേ. അതുപോലെ നമ്മുടെ ഒരു മാർക്കറ്റ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ള സ്ട്രക്ചർ മാത്രം നമ്മളെ പഠിപ്പിക്കുക എന്നാണ് ഈ ചാപ്റ്ററിൽ ഈ ഭാഗം കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ മലയാളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഓക്കെ മലയാളം വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, അപ്പോൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള 8 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 8 ഫീച്ചേഴ്സും വൃത്തിയായിട്ട് പഠിച്ചോ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ആ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുവേർഡ്. ദെൻ ബൈ.